വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ അതായത് നമ്മുടെ കേരള സാരിയുടെ കൂടെ അതുപോലെ എല്ലാ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ നമുക്ക് ഈ ഫെസ്റ്റിവൽ സീസണിൽ പെയർ ചെയ്യാൻ പറ്റിയ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ 3 ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ ലുക്ക് ബുക്കിൽ കാണിച്ച ഒരു ഹെയർ സ്റ്റൈൽസും ഞാനിതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇത് വേറെ 3 ഹെയർ സ്റ്റൈൽസ് ആണ് നമുക്ക് സാരിയുടെ കൂടെ അതുപോലെ എല്ലാ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ഫെസ്റ്റീവ് ലുക്ക് കൊണ്ടുവരാൻ പറ്റിയ 3 ഹെയർ സ്റ്റൈൽസ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റിയ ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ 3 ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കിയാൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് മുമ്പായിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ മുടി എപ്പോഴും പറയുന്നത് പോലെ നല്ല രീതിയിൽ ഒരു വൈറ്റ് ടൂത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഉടക്ക് കളഞ്ഞ് വെക്കണം. ഉടക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുടി കെട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അത് ഫുൾ കുരുങ്ങാനും നമുക്ക് മുടി കെട്ടാൻ തന്നെ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ മുടി കെട്ടിക്കഴിഞ്ഞാലും ഉടക്ക് പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് ടൂത്ത് കോമ്പ് വെച്ചിട്ടൊന്ന് ചീവി കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻ്റ് ആണ്. ഇതൊരു ഒന്നുകിൽ നിങ്ങൾക്കൊരു സെറം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്രീം ബേസ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് ഉടക്ക് കളയുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഉടക്ക് കളയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉടക്ക് കളയാനും പറ്റും. മുടി നല്ലൊരു ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ട് മുടിയുടെ അറ്റത്ത് എസ്പെഷ്യലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുടി കെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പൂഫ് വരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ആക്സസറി യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് പുഫായിട്ട് വെക്കാൻ ഡാൻസിന് മേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതെല്ലാ ഫാൻസി സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് തന്നെ വേണമെന്നില്ല, ഇതുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മുടി തന്നെ പുഫായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് പിടിച്ച് ഞാൻ പിടിക്കുന്നത് പോലെ പിടിച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ അനങ്ങാണ്ട് തന്നെ മുടി ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് യൂസ് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം മുടി ഒന്ന് പുറകിലോട്ട് ചീവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഐബ്രോസിൻ്റെയും ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്നാണ് നമ്മൾ മുടി പുറകിലേക്ക് എടുക്കുന്നത്. ഒത്തിരി മുടി എടുക്കരുത്, കുറച്ച് മുടി മാത്രം നമ്മൾ എടുക്കുക. അപ്പോഴാണ് ആ പഫ് നല്ല ഭംഗിയിൽ ഇരിക്കുക. ഈ നമ്മൾ എടുത്തേക്കുന്ന മുടി ഞാനൊന്ന് ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നീണ്ട അറ്റമുള്ളൊരു കോമ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ആ കോമ്പ് വെച്ച് എടുത്തേക്കുന്ന വകുപ്പൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ആ വകുപ്പൊന്ന് കറക്റ്റായിട്ട് എടുത്ത് കുറച്ച് മുടി മാത്രം ഫ്രണ്ടിലേക്ക് എടുക്കുന്നുണ്ട്. വകുപ്പെടുത്ത ആ സ്ഥലത്തേക്ക് നമ്മൾ ഈ ഹെയർ ആക്സസറി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഫ്രണ്ടിലേക്ക് ഇട്ട മുടി വെച്ച് ആ ഹെയർ ആക്സസറി നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് മുടിയൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ചീവി അതിനെ ഒന്ന് സ്മൂത്ത് ആക്കി നല്ല രീതിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് പിൻസ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ തന്നെ ഇതൊരു ഹെയർ സ്റ്റൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു പൂഫ് മാത്രമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ 2 സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്ത് ബാക്കിലേക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും ഈക്വലായിട്ട് ഒരേപോലെ മുടി എടുത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സൈഡിൽ എടുത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് കിട്ടും. ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. എന്നാൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രഡീഷണൽ വെയറിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് മുടി കിടക്കുകയും ചെയ്യും. ഇത് കുറച്ച് മുടിയുള്ളവർക്കും മുടി കൂടുതലുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ ഈ 2 മുടിയും കൂടെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹെയർ ആക്സസറീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഫ്ലവേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ആ സ്ലൈഡ് 2 പിൻ ചെയ്തെടുത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇനി ആ ഹെയർ സ്റ്റൈൽ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം കുറച്ച് മുടി നമ്മൾ ഞാൻ കാണിക്കുന്നത് പോലെ സൈഡിലേക്ക് എടുത്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡ് പൂഫാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഒരു സൈഡ് പൂഫായിട്ടൊന്ന് എടുത്ത് ഞാനതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് പുറകിലേക്ക് ചേരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ സൈഡിലേക്കാണ് ചെയ്യുന്നത്. സൈഡിലേക്ക് ചെയ്ത് നല്ല രീതിയിൽ അതൊന്ന് പിൻ കുത്തി ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി മുടിയെല്ലാം കൂടെ നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ നമ്മുടെ ബൺ ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മളൊന്ന് പിടിച്ച് ഒന്ന് പോണിറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കിയിട്ട് വേണം നമ്മൾ ആ പോണിറ്റെയിൽ കെട്ടി കൊടുക്കാനായിട്ട്. ഒത്തിരി ഹൈറ്റിൽ നമ്മൾ കെട്ടി കൊടുക്കണ്ട, കുറച്ച് ലോ ആയിട്ടുള്ളൊരു ബണ്ണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് താഴ്ത്തി നമ്മുടെ ആ ഇയേഴ്സിൻ്റെ താഴെ വരുന്ന രീതിയിൽ വേണം പോണിറ്റെയിൽ കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു സെക്ഷൻ ഓഫ് ഹെയർ എന്നെടുത്ത് ഫ്രണ്ടിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് ഒത്തിരി വലിയ തിക്ക് സെക്ഷൻ വേണമെന്നില്ല. ഒരു ചെറിയൊരു സെക്ഷൻ ഓഫ് ഹെയർ ഒന്ന് എടുത്ത് ഞാൻ
ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഹെയറിനെ ഞാൻ ഒരുമിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു ബണ്ണായി ഒന്ന് കെട്ടി വെക്കാൻ പോവാണ്. നിങ്ങൾക്ക് നമ്മൾ സാധാരണ അമ്മക്കെട്ടൊക്കെ കെട്ടുന്നത് പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കെട്ടുക. ഒത്തിരി ടൈറ്റായിട്ട് കെട്ടരുത്, കുറച്ച് ലൂസായി കെട്ടിയിട്ട് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിനെ ആ ലൂപ്പിൻ്റെ അകത്തൂടെ മുടിയെടുത്ത് നമ്മൾ അമ്മക്കെട്ട് കെട്ടുന്നത് പോലെ ഒന്ന് കൊണ്ടുവന്ന് ബണ്ണാക്കി ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സാധാരണ ക്ലിപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് അതിനെ കുത്തി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സെഷൻ ഓഫ് ഹെയറിനെ നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെഷനെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് പാർട്സും കൂടെ ഒരുമിച്ച് നമുക്കൊരു റോപ്പ് ബ്രൈഡാണ് ചെയ്യേണ്ടത്. റോപ്പ് ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരേ ഡയറക്ഷനിലേക്ക്, രണ്ട് സെഷനെയും ഒരേ ഡയറക്ഷനിലേക്ക് തിരിച്ച് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ റോപ്പ് ബ്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് റോപ്പ് ബ്രൈഡ് എടുത്ത് നമുക്ക് ആ സെഷൻ്റെ ലാസ്റ്റ് വരെ ഒന്ന് റോപ്പ് ബ്രൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് ലാസ്റ്റ് സെഷൻ വരെ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടൈറ്റായിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ പിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഇതിനെ ഒന്ന് കൈ ഒന്ന് നമ്മൾ അയച്ചു കൊടുക്കണം. കൈ ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അതൊന്ന് വോളിയം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആദ്യം കെട്ടിയ ബണ്ണിന് ചുറ്റും ഈ റോപ്പ് ബ്രൈഡിനെ ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ആ ബണ്ണിന് കുറച്ചും കൂടി ഒരു എലഗൻറ്റ് ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിപ്പോൾ നമ്മുടെ മുല്ലപ്പൂമാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും മുല്ലപ്പൂമാല വെച്ച് കൊടുക്കാം. അതല്ല ഇപ്പോൾ ഞാൻ വെക്കുന്ന പോലത്തെ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിസൈനർ ബ്ലൗസൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ സൈഡ് ബൺ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഭംഗി അറിയാൻ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ട് ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഡിസൈനർ ബ്ലൗസൊക്കെ ഇടുകയാണ്, പുറകിൽ എന്തെങ്കിലും നല്ല രീതിയിൽ വർക്കുള്ള ബ്ലൗസുകളാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഡിസൈൻ ഒന്നും കവറായി പോവാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഹെയർ സ്റ്റൈലാണ് ബൺ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഒത്തിരി സൈഡ് ബൺസ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ സൈഡ് ബൺസിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൈഡ് ബൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. തേർഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കെട്ടിയ ബണ്ണിനെ ഞാനൊന്ന് അഴിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ അഴിക്കുന്നില്ല. നമ്മൾ ആ ചെയ്ത റോപ്പ് ബ്രൈഡിനെ ഞാൻ അതേപോലെ വെക്കുകയാണ്. അതുപോലെ നമ്മൾ കെട്ടിയ പോണിറ്റെയിൽ ഞാൻ അഴിക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ആ മുടിയെ, നമ്മൾ നേരത്തെ ബൺ കെട്ടിയ ആ മുടിയെ നമ്മൾ വീണ്ടും 2 സെഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഓരോ സെഷൻസിനെയും നമ്മൾ ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ റോപ്പ് ബ്രൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ സെഷൻ എടുക്കുക, അതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നേരത്തേതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ റോപ്പ് ബ്രൈഡ് ചെയ്ത്. അതുപോലെ തന്നെ റോപ്പ് ബ്രൈഡ് ചെയ്തെടുക്കുക. ഈ സെഷനെ ഞാൻ ഫുള്ളായിട്ട് റോപ്പ് ബ്രൈഡ് അറ്റം വരെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് സെഷനെയും റോപ്പ് ബ്രൈഡ് ചെയ്തെടുക്കുക. അങ്ങനെ 3 സെഷൻസും റോപ്പ് ബ്രൈഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 3 സെഷൻസ് ഞാൻ ഇതേപോലെ റോപ്പ് ബ്രൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടെ പിടിച്ചിട്ട് ഏറ്റവും അറ്റത്തായിട്ട് ഞാനൊരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹെയർ ബാൻഡ് ഇട്ടിട്ട് ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്, ഇതൊന്ന് അഴിഞ്ഞു പോകാത്ത രീതിയിൽ. നമ്മളിത് ഒരേ ഡയറക്ഷനിൽ തന്നെ ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് അഴിഞ്ഞു പോകാണ്ട് കിടക്കുന്നത്. അതിൽ രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വിടുമ്പോഴത്തേക്ക് അതങ്ങ് അഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ റോപ്പ് ബ്രൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ബോബി പിൻസ് എടുക്കണം. അതായത് ഈ ചെറിയ സ്ലൈഡ് ഉണ്ടല്ലോ അതെടുക്കണം, ഒത്തിരി വലുതെടുക്കരുത്. അപ്പോൾ എന്നിട്ട് അതെടുത്തിട്ട് നിങ്ങൾ കാണാത്ത രീതിയിൽ ഈ രണ്ട് ബ്രൈഡ്സിന് ഇടയിലായിട്ടൊന്ന് കുത്തി കൊടുക്കണം. കാരണം ഇത് അകന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാണാത്ത രീതിയിൽ കുത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ സ്ലൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കാണാത്ത രീതിയിൽ ഈ രണ്ട് ബ്രൈഡ്സിന് ഇടയിലായിട്ട് നമ്മളിതൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയൊരു ബ്രൈഡായിട്ടേ നമുക്ക് തോന്നാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാത്ത രീതിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് കുത്തി ഇതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കിടക്കുന്നത് കാണാനായിട്ട്. കുറച്ച് ലോങ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ബ്രൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്ട്രാ വോളിയം തോന്നുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് മുടി കിടക്കുകയും ചെയ്യും. എസ്പെഷ്യലി ഇതുപോലെ സാരി ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഹെയർ സ്റ്റൈൽ. അപ്പോൾ നമ്മൾ മേളിൽ ആ പോണിറ്റെയിൽ കെട്ടിയേക്കുന്ന അവിടെ ഒരു ബാൻഡ് ഉണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് ഞാൻ അവിടെ സെയിം ഫ്ലവർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മുല്ലപ്പൂ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹെയർ ആക്സസറി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ബാൻഡ് ഒന്ന് കാണാത്ത രീതിയിൽ അവിടെ ഒന്ന് നമുക്ക് ഫ്ലവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ഹെയർ സ്റ്റൈൽസാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതായിരുന്നു നമ്മുടെ 3
ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ വെയറിന്റെ കൂടെ ഒക്കെ നമുക്ക് ഈ ഓണം സീസണിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ 3 ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ നമുക്ക് നാളത്തെ ഓണം സീരീസ് വീഡിയോയിൽ കാണാം. ടാറ്റാ.